മന്ത്രി ബംഗ്ലാവുകളുടെ അറ്റകുറ്റപ്പണിക്കായി പണം അനുവദിച്ച് ഉത്തരവിറക്കി പൊതുമരാമത്ത് വകുപ്പ് 48.91 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഔദ്യോഗിക വസതിയിൽ മരപ്പട്ടി ശല്യവും ചോർച്ചയുമാണ് എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിരുന്നു. അതിനു മുൻപ് തന്നെ അറ്റകുറ്റപ്പണിക്ക് ഭരണാനുമതി നൽകി ഉത്തരവായിരുന്നു. ഷിജിത്ത് വിശദാംശങ്ങളുമായി. ഷിജിത്ത്, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി, ഗ്ലാസ്സിലെ വെള്ളം അടച്ചു വെച്ചില്ല എങ്കിൽ മരപ്പട്ടി മുള്ളും എന്ന്. ഇപ്പോൾ അതിനുള്ള പണവും എത്തിയിരിക്കുന്നു. എത്രയാണ് എത്തിയത്? ഇത് ഏതൊക്കെ ഔദ്യോഗിക വസതികൾ അറ്റകുറ്റപ്പണിക്കാണ്? നികേഷ്, മന്ത്രിമാരുടെ ബംഗ്ലാവുകളിലെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിരുന്നു. 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു പ്രപ്പോസലാണ് തയ്യാറാക്കിയത്. ഇതിൽ 48.91 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകാൻ തീരുമാനിച്ചു. ഇതിന് ടോക്കൺ എമൗണ്ടായി 50,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ ബാക്കിയുള്ള തുകയ്ക്കാണ് ഇപ്പോൾ 48.91 ലക്ഷം രൂപയ്ക്കാണ് ഭരണാനുമതി നൽകി ധനവകുപ്പ് ഉത്തരവായിരിക്കുന്നത്. 26-ാം തീയതിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 28-ാം തീയതി IAS ക്വാർട്ടേഴ്സുകളുടെ ശിലാസ്ഥാപന ചടങ്ങിൽ വെച്ചാണ് മുഖ്യമന്ത്രി മന്ത്രിമന്ദിരങ്ങളുടെയും തൻ്റെ ഔദ്യോഗിക വസതിയടക്കം ശോചനീയാവസ്ഥ പറഞ്ഞത്. ക്ലിഫ് ഹൗസിലെ കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെക്കാൻ കഴിയില്ല, ഷർട്ടും മുണ്ടുമൊന്നും ഇസ്തിരിയിട്ട് വെക്കാൻ കഴിയില്ല, അതിലെല്ലാം മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതിയാണുള്ളത്. ഇത്തരത്തിലുള്ള ശോചനീയമായ സ്ഥിതി ഉണ്ടെങ്കിലും വിവാദം ഭയന്ന് പലപ്പോഴും നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇനി അത്തരം വിവാദങ്ങൾക്ക് കാതോർക്കാതെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉത്തരവിറങ്ങി എന്നതാണ് വാസ്തവം. ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.